മഹത്വവും ജ്ഞാനവും ലലാബസിയാധരോ മഹത്വവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം യേശുവിന് എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും. നന്ദി അപ്പാ, we love you. ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. മഹത്വവും ജ്ഞാനവും ബഹുമാനം എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനാണ്. സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ജീവനും എന്റെ സർവസ്വവും തിരു മുൻപിലാണ് കുമ്പിടുന്നു. ജീവനും എന്റെ സർവസ്വവും തിരു മുൻപിലാണ് കുമ്പി. ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും തിരു മുൻപിലാണ് ജീവനുമെന്റെ ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടും. ജീവനുമെന്റെ ജീവനുമെന്റെ മുൻപിലാണു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നീ മുൻപിലാണ് ജീവനുമെന്റെ സർവസ്വവും നീ മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും അങ്ങയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസത്തെക്കാളും കഴിഞ്ഞ മണിക്കൂറുകളെക്കാളും അധികമായി ഞങ്ങളുടെ ജീവകാലത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ഇന്ന് പകൽ ഞങ്ങളെ സ്പർശിക്കാൻ, ഞങ്ങളോട് സംസാരിക്കാൻ അതിതേജസ്സോടെ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വത്തിന്റെ രാജാവേ, എന്റെ രാജാവേ, എന്റെ പിതാവേ, അങ്ങ് വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സകല നാമത്തെക്കാളും ഉയർത്തപ്പെട്ട കർത്താവാണ്. We love you, we love you, we love you. അപ്പാ, ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. രണ്ട് കരവും ഉയർത്തി കർത്താവിനോട് പറയുമ്പോൾ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ശബ്ദം ഉയർത്തി പറയുമ്പോൾ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ശബ്ദം ഉയർത്തി ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. എല്ലാവരും പറഞ്ഞ് ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാളും അങ്ങ് വലുതാണ്. എൻ്റെ പ്രാണനേക്കാളും അങ്ങ് ഞങ്ങൾക്ക് വലുതാണ്. ഈ തലമുറയിൽ ഞങ്ങളെ ജനിപ്പിച്ചതിന് നന്ദി പറയുന്നു. വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തുറന്നു തരുന്നതിന് നന്ദി പറയുന്നു. തിരുഹിതത്തിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേലുള്ളതിന് നന്ദി പറയുന്നു. അങ്ങയുടെ ഹൃദയത്തെ ഞങ്ങൾക്ക് മറനീക്കി തരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഞങ്ങളെ വേർതിരിച്ചതിന് നന്ദി പറയുന്നു. ഞങ്ങളെ തേജസ്കരിച്ചതിന് നന്ദി പറയുന്നു.
നന്ദിയപ്പ, നന്ദിയപ്പ. ഹൃദയം തുറഞ്ഞു പറഞ്ഞു നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയപ്പ. ഈ തലമുറയിൽ ഞങ്ങളെ ജനിപ്പിച്ചതിന് നന്ദി, നന്ദിയപ്പ, നന്ദി, നന്ദി, നന്ദി. ഹൃദയം നിറഞ്ഞ് നന്ദി പറയാമോ? നന്ദിയപ്പ. മറ്റേതെല്ലാം ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനമാണ്. ഭൂമിയിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, സാഹചര്യം ഞങ്ങൾക്ക് രണ്ടാമതാണ്. സാഹചര്യത്തെക്കാൾ അപ്പുറമാണ് ഞങ്ങളുടെ മേലുള്ള സത്യം, ഞങ്ങളുടെ മേലുള്ള ദൈവിക ട്രൂത്ത്, ഞങ്ങളുടെ മേലുള്ള ദൈവിക ഉദ്ദേശം, ഞങ്ങളുടെ മേലുള്ള ദൈവിക കൽപ്പിതം, ഞങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതി, ഞങ്ങളുടെ മേലുള്ള ദൈവികമായിട്ടുള്ളതെല്ലാം ഞങ്ങളുടെ സാഹചര്യത്തിനപ്പുറമാണ്. മറ്റെല്ലാം മറന്ന് ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുന്നപ്പാ. Oh, we love you. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ മാത്രം ചാരുന്നു. സ്വന്തമായി ഒന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല ഞാൻ, സ്വന്തമായിട്ടൊന്നുമേ. അങ്ങേ മാത്രം നോക്കുന്നു, അങ്ങിൽ ഞാൻ ചാരുന്നു. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല. അതെ അപ്പാ, സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല. അങ്ങ് മാത്രം നോക്കുന്നു, അങ്ങ് മാത്രം ചാരുന്നു. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല. സ്വന്തമായിട്ടൊന്നുമേ ചെയ്യുവാൻ പ്രാപ്തനല്ല. അപ്പാ പിതാവേ, ഈ ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നപ്പാ. തേജസ്, മഹത്വം, ദൈവത്തിൻ്റെ എക്സലൻസി, ദൈവത്തിൻ്റെ മാജസ്റ്റി, ഇതെല്ലാം വെളിപ്പെടുത്താൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ നാം കർത്താവിൻ്റെ മേശയിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും ഭാഗ്യകരമായ ശുശ്രൂഷയിൽ ഒന്നാണ് ലോർഡ്സ് ടേബിൾ, കർത്താവിൻ്റെ തിരുമേശ. ആദിമ നൂറ്റാണ്ടിൽ നമ്മൾ ഇന്ന് കണ്ടൊരു സിസ്റ്റം അല്ലായിരുന്നു. നമുക്കാണ് ഇന്ന് ആദ്യം പാട്ട്, പിന്നെ പല ചർച്ചകൾക്കകത്തും സാക്ഷ്യമുണ്ട്, ഇങ്ങനെ പലതും ചെയ്തു വരുന്ന ഇന്നത്തെ കൾച്ചർ അല്ലായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ. ആദിമ നൂറ്റാണ്ടിൽ ആദ്യം വന്ന് പ്രസംഗിക്കുമായിരുന്നു. സിനഗോഗുകൾക്കകത്തും കൂടിവരവുകൾക്കകത്തും ആദ്യം വചനം പ്രഘോഷിക്കും. വചനം പ്രഘോഷിച്ച് പകുതിയാകുമ്പോഴാണ് അവർ അപ്പം നുറുക്കാൻ തുടങ്ങുന്നത്. അപ്പം നുറുങ്ങിയിട്ട് വീണ്ടും വചനം പ്രഘോഷിക്കും. ഈ പ്രഘോഷിച്ച് കഴിയുമ്പോഴാണ് അറിയാതെ ഇരിക്കുന്നവർ അകത്ത് നിന്നും സ്തുതി സ്തോത്രം ഉയരാൻ തുടങ്ങുന്നത്, വലിയ പ്രൈസായി മാറുന്നത്. നമുക്കാണ് ആദ്യം പാട്ടും ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നത്. എന്നാൽ ആദിമസഭ കൂടി വന്നിരുന്നത് തന്നെ ഈ ശരീരം ഭക്ഷിക്കുവാനും ഈ മേശയ്ക്ക് ഭാഗമാകുവാനുമാണ്. കഴിഞ്ഞ ലൈഫ് കോൺഫറൻസിൽ, കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ലൈഫ് കോൺഫറൻസിനകത്ത് ടെറ്റലസ്റ്റായി എന്ന വാക്കിനെ വീണ്ടും നമ്മുടെ നടുവിൽ കേൾക്കാൻ കർത്താവ് സഹായിച്ചു. അതിന് എബ്രായ ഭാഷയിൽ കലാഹ് എന്ന് പറയും. കലാഹ് എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഫിനിഷ്ഡ് എന്നും രണ്ട് ബ്രൈഡ് എന്നുമാണ്. എൻ്റെ പങ്കാളിക്ക് വേണ്ടി ഞാൻ എല്ലാം നിവർത്തിയാക്കി. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നു, കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് മണവാട്ടിക്ക് വേണ്ടിയാണ്. അതുവരെയും ദൈവവും മനുഷ്യനുമായിരുന്നു. പക്ഷേ യേശു ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഭർത്താവും ഭാര്യയുമാണ്, ഇത് മണവാളനും മണവാട്ടിയുമാണ്, ഇത് അഭേദ്യമായ ബന്ധമാണ്. എന്റെ മണവാട്ടിക്ക് വേണ്ടിയുള്ളതെല്ലാം നിവർത്തിയായി എന്നാണ് യേശു പറഞ്ഞത്. യേശു പോയിരുന്ന നാം വിളിക്കുന്ന വിലാപപാത എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം സഹോദരിമാർ ശരീരം നമ്പാകുന്ന വീഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ വീഞ്ഞല്ലാതെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. സഹോദരിമാരെല്ലാം കരഞ്ഞു കൊടുക്കാൻ, യേശുവിന് കൊടുക്കാൻ ശ്രമിച്ചു. അത് കുടിച്ചു കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾക്ക് ശരീരത്തിൽ വേദന അറിയില്ല.
വേദന അറിയാതെ നമ്മളിന്ന് അനസ്തേഷ്യ ചെയ്യുന്നത് പോലെ അന്നത്തെ കൾച്ചറിനകത്ത് ഈ അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. പക്ഷെ യേശു അതൊന്നും വാങ്ങി കുടിച്ചില്ല. എന്നാൽ ക്രൂശിലെ കാവൽ നിൽക്കുന്ന ശിഷ്യന്മാർ, പടയാളികൾ, ഈ പടയാളികൾക്ക് വേണ്ടി കുടിക്കാൻ വെച്ചിരുന്നതിൽ നിന്നാണ് യേശുവിന് കൊടുത്തത്. ഹല്ലേലൂയ. ശരീരം വേദനയൊന്നും അറിയാതിരിക്കാൻ നമ്പാകുന്ന മരുന്നല്ല യേശു കുടിച്ചത്. എല്ലാം ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? എന്നോട് ചേർന്ന് പറയാമോ? കറ, ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാതെ എന്നെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നന്ദി അപ്പാ. 2 കരവും ഉയർത്തി നന്ദി പറയാം. ഈ താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തതിന് നന്ദി പറയുന്നു. ഒരിക്കലും മരിക്കാൻ കഴിയാത്ത ദൈവിക ആത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതിന് നന്ദി പറയുന്നു. ആ പുത്രത്വം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി പറയുന്നു. ഈ 2 മാസങ്ങൾ കഴിയുമ്പോൾ ഭാരത സഭയുടെ ഡൈമെൻഷൻ തിരിയാൻ പോവുകയാണ്. നമ്മളെ കർത്താവ് അതിനുവേണ്ടി പ്രിപ്പയർ ആകുകയാണ്. അസാധാരണമായ, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ആത്മയുദ്ധത്തിലേക്ക് കേരളം പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്പിരിച്വൽ വാർഫെയറിലേക്ക് നമ്മൾ ഒരുമിച്ച്, കർത്താവെ ഞങ്ങൾ അതിന് തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. അവിടെ തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. സകല ലോകത്തിൻ്റെയും രാജാവും ഞങ്ങളുടെ കർത്താവുമായ ദൈവമേ, ഭൂമിയിൽ നിന്നും ഈ അപ്പത്തെ തന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. താൻ പറഞ്ഞുകൊണ്ടിരുന്ന, ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, താൻ പെസഹ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഞ്ഞെടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. എവറിത്തിങ് ഈസ് പ്രൊഫറ്റിക്. യേശുവിൻ്റെ ജീവിതം പ്രൊഫറ്റിക് ആയിരുന്നു. യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രൊഫറ്റിക് ആയിരുന്നു. യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ പ്രൊഫറ്റിക് ആയിരുന്നു. യേശു ഒരു പ്രൊഫറ്റിക് മാൻ ആയിരുന്നു. ഇന്ന് നാം ആ മേശയിലേക്കാണ് കയറി വരുന്നത്. നമുക്ക് വിളമ്പിത്തരുന്നത് ആ കർത്താവാണ്. ഇന്ന് നാം ആ മേശയുടെ ഭാഗമാകാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന അപ്പവും യേശു ക്രിസ്തുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞും കടന്നു വരുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ചില വാക്യങ്ങൾ പ്രഖ്യാപിക്കണം. ആകയാൽ, ഉറക്കെ പറഞ്ഞ്, ആകയാൽ ഞങ്ങൾ ക്രിസ്തു യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ഞാൻ അന്വേഷിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ മരിച്ചു, എന്റെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങൾ അവിടത്തോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇപ്പോൾ ഞങ്ങൾ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്നും വരുന്ന ദൂഷണം, നന്നായിട്ട് പറഞ്ഞ ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയുന്നു. അന്യോന്യം പറയുന്നത് അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു. എന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനാൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മിയും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ
പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും ചെയ്യുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ ഞങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. ഉറക്കെ പറയാമോ? ക്രിസ്തുവിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ ഞങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ നന്ദിയുള്ളവരുമായിരിക്കുന്നു. ഈ ശരീരം നമ്മെ ഏക ശരീരമാക്കുന്നു. ഒരപ്പത്തിന്റെ അംശിയാക്കുന്നത് നമ്മെ ഒന്നാക്കി മാറ്റുന്നു. ക്രിസ്തുവിന്റെ സമാധാനം വാഴാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ അപ്പവും വീഞ്ഞും കയ്യിലിരിക്കുമ്പോൾ നാം മുമ്പേ പറഞ്ഞവയിൽ ഏതെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കണം. കർത്താവെ, പറ്റിപ്പോയ കാര്യങ്ങളോട് ക്ഷമ പറയണം. കാരണം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് കറയും വാട്ടവും ഇല്ലാത്ത തനിക്ക് വേണ്ടി തേജസ്കരിക്കപ്പെട്ട മണവാട്ടിക്ക് വേണ്ടിയാണ്. ഖലാഹ് എന്ന വാക്ക് പറഞ്ഞത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് മൈ ബ്രൈഡ്. വാ, നന്ദി അപ്പാ. ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്ഷമയും ദീർഘക്ഷമയും മനസ്സലിവും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഞങ്ങൾ ധരിച്ചു കൊള്ളട്ടെ. ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെട്ട അങ്ങയുടെ ശരീരത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട അവിടുത്തെ രക്തത്തിന് നന്ദി പറയുന്നു. കഴിയുമെങ്കിൽ ചെറുതായൊന്ന് ഉയർത്തിപ്പിടിച്ച നന്ദി പറഞ്ഞേ. ഇതിപ്പോൾ അക്ഷരീകമായി വീഞ്ഞും അക്ഷരീകമായ അപ്പവുമാണ്. പക്ഷേ അദൃശ്യ ലോകത്തിൽ യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ രക്തമാണ്. എന്റെ കണ്ണ് മങ്ങില്ല. ഉറക്കെ പ്രഖ്യാപിച്ചേ, എന്റെ കണ്ണ് മങ്ങില്ല, എന്റെ ബലം ക്ഷയിക്കില്ല. ഞാൻ ദീർഘായുസോടെ ഇരിക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ ദൈവത്തിന്റെ ഭവനത്തിൽ ദീർഘായുസോടെ വസിക്കും. ഭൂമിയിൽ കാണുന്ന യാതൊന്നിനും എന്റെ മേൽ അവകാശമില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്റെ മേൽ കാര്യമില്ല. ഞാൻ ക്രിസ്തുവിന്റെ സമാധാനത്താൽ വാഴപ്പെടാൻ വിളിക്കപ്പെട്ട ഏക ശരീരമാകുന്ന സഭയാണ്. I am a bride. ഞാൻ തേജസ്കരണപ്പെടുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട മണവാട്ടിയാണ്. കറയും വാട്ടവും ചുളുക്കവുമില്ലാത്ത, സ്പോട്ടില്ലാത്ത, ബ്ലെയിംലെസ് ആയി നിൽക്കുന്ന, വ്രിങ്കിൾസ് ഇല്ലാത്ത, ചുളുക്കമില്ലാത്ത. ഇന്ന് നമ്മൾ ഈ അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രകടമാകട്ടെ. ഞങ്ങളുടെ പ്രാണൻ ശുദ്ധീകരണം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവ് അധികമായ ജീവൻ വസിക്കുന്ന കൃപാസനത്തിലേക്ക് കയറിപ്പോകാൻ നീതിയുടെ വസ്ത്രം ധരിക്കപ്പെടട്ടെ. ഞങ്ങൾ ആ രക്തത്താൽ നീതിമാന്മാരാണ്. ഞങ്ങൾ ആ രക്തത്താൽ ശുദ്ധിയുള്ളവരാണ്. ഞങ്ങൾ വിശുദ്ധ വംശമാണ്. ഞങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. യാതൊന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. യാതൊന്നിനും എന്നെ പിടിച്ചു താഴ്ത്താൻ കഴിയില്ല. ഞാൻ വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഭക്ഷിച്ച് പാനം ചെയ്യാം. We love you, Lord. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും
എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തോത്രവും സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഈ അപ്പോഴും ബാക്കി നിൽക്കുമ്പോൾ നമ്മോട് പറയുന്നത്, ഇതിന്റെ അവകാശികൾ സഭയ്ക്ക് പുറത്തുണ്ട്. നമ്മൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വേഗം ഈ മേശയുടെ പങ്കാളികളാകട്ടെ. ട്രിവാൻഡ്രം യേശുവിന്റെ ശക്തിയാൽ പിടിക്കപ്പെടട്ടെ. കേരളം യേശുവിന്റെ മഹത്വത്താൽ പിടിക്കപ്പെടട്ടെ. കരമുയർത്തി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ദൈവം തൊടട്ടെ. അടുത്തൊരു സെക്ടറിലേക്ക്, അടുത്ത ക്ലാസ്സുകളിലേക്ക്. സഭയുടെ ഡിഫൻസീവ് മോഡ് അവസാനിച്ചിരിക്കുന്നു. പ്രതിരോധിച്ചു നിൽക്കുന്ന സഭയുടെ സമയം അവസാനിച്ചിരിക്കുന്നു. പരാക്രമം ചെയ്യുന്ന സഭയുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. കയറി ആക്രമിക്കുന്ന സഭയുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. പ്രതിരോധത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. പരാക്രമത്തിന്റെ സമയം ദൈവം സ്ഥാപിച്ചത് ഭൂമിയിൽ നിവർത്തീകരിക്കുന്ന സഭയായി ഞങ്ങൾ ഒരു ശരീരമാകുന്നത് കൊണ്ട് മാനമുള്ള അവയവത്തിനും മാനമില്ലാത്ത അവയവത്തിനും വേദന വന്നാൽ അത് ഞങ്ങളുടെ വേദനയാണ്. ആന്തരിക അവയവങ്ങൾക്ക് പോലും വേദന ഉണ്ടായാൽ അത് ഞങ്ങളുടെ വേദനയാണ്. എല്ലാ ശുശ്രൂഷകന്മാരെയും ഞങ്ങൾ സംരക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാരുടെ മക്കളെ സംരക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. രക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. രക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠകരമായി സംസാരിക്കുന്ന പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ we declare we are protected. We are protected. We are preserved. We are fortified by the blood of Yeshua. Through the blood of Yeshua. Yeshua. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിയുമെങ്കിൽ രണ്ട് കരവും ഉയർത്തി എല്ലാ ശുശ്രൂഷകന്മാരെയും സംരക്ഷിച്ച we are preserved, we are protected, we are fortified. We are preserved, we are protected, we are fortified. യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു എന്റെ അധരം കൊണ്ടത് പറയുന്നത് എന്റെ അഭിമാനമാണ്. എല്ലാ മുട്ടും മടങ്ങും, എന്റെ ശബ്ദം കൊണ്ട് ഭൂമി അത് കേൾക്കുന്നത്, പാടിടും, എന്റെ വോക്കൽ കോഡിന്റെ ശബ്ദം കൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അത് മുഴങ്ങുന്നത്. അതിന്റെ അധികാരം, അതിന്റെ ശക്തി അത് മനസ്സിലാക്കുന്നവർ ആ ശബ്ദത്തെ ഈ അന്തരീക്ഷത്തിലേക്ക് തുറന്നു വിടുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും
യേശു മാത്രം കർത്താവ്